സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ കാണാ ഒരു യഹൂദിയായ മനുഷ്യൻ തന്റെ കയ്യിലുള്ള തൗറാത്ത് എടുത്ത് വായിക്കുകയാണ്. ആ തൗറാത്ത് ഇങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം എടുത്തുകൊണ്ട് യഹൂദിയായ മനുഷ്യൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ കയ്യിലുള്ള തൗറാത്തിന്റെ പേജുകളിൽ നിന്ന് ആ യഹൂദി കാണുന്നതെന്താ? അതേ, തന്റെ കയ്യിൽ താൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൗറാത്തിന്റെ വരികളിൽ നിന്ന് അള്ളാന്റെ ഹബീബാകുന്ന വരാൻ പോകുന്ന പ്രവാചകന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന തൗറാത്തിന്റെ വരികൾ കാണുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അതേ യഹൂദികൾ ഇസ്ലാമിന്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും കഠിന ശത്രുക്കളാ. അവർ അള്ളാന്റെ ഹബീബിനെ ഏത് കാലത്തും കഠിന ശത്രുതയോടെ കണ്ടവരാ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ കയ്യിലുള്ള തൗറാത്തിൽ നിന്ന് വായിക്കുമ്പോ താൻ തെറ്റിദ്ധരിച്ചു വെച്ച കള്ളപ്രവാചകനെ കുറിച്ച് തന്റെ തൗറാത്തിൽ വായിക്കുന്നത് ആ യഹൂദിക്ക് സഹിച്ചില്ല. ആ യഹൂദി തൗറാത്തിന്റെ പേജ് മറിച്ചിട്ട് ആ തൗറാത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരാമർശമുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശേഷണങ്ങൾ എഴുതി വെച്ച ഭാഗങ്ങൾ ആ യഹൂദി ക്രൂരമായി കീറുകയാ. എന്നിട്ട് ആ തൗറാത്തിന്റെ പേജങ്ങ് കരിച്ചു കളയുകയാ. രണ്ടാമത്തെ ശനിയാഴ്ച വീണ്ടും ആ യഹൂദി തൗറാത്ത് എടുക്കുന്നു. ആ തൗറാത്താകുന്ന വേദഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ഹബീബിന്റെ വിശേഷണം കഴിഞ്ഞ ശനിയാഴ്ച 3 സ്ഥലത്താണ് കണ്ടതെങ്കിൽ ഈ പ്രാവശ്യം അള്ളാന്റെ ഹബീബിന്റെ വിശേഷണം കാണുന്നത് 8 സ്ഥലങ്ങളിലാ. ആ 8 സ്ഥലങ്ങളിലൂടെ ഹബീബിന്റെ വിശേഷണം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അടക്കാൻ കഴിയാത്ത അരിശത്തോടെ ആ തൗറാത്തിന്റെ പേജുകൾ ഇങ്ങ് കീറിയിട്ട് ആ യഹൂദി കരിച്ചു കളയുകയാ. അങ്ങനെ തൗറാത്ത് പൂട്ടിവെക്കുകയാ. 3-ാമത്തെ ശനിയാഴ്ചയും പതിവ് പോലെ യഹൂദി തൗറാത്ത് എടുത്ത് വായിക്കുമ്പോ ആ തൗറാത്തിലെ 12 സ്ഥലങ്ങളിൽ അള്ളാന്റെ ഹബീബിന്റെ വിശേഷണങ്ങളുണ്ട്. ആ തൗറാത്തിന്റെ 12 വരികളിൽ അള്ളാന്റെ ഹബീബിന്റെ ഹിസ്റ്ററികളുണ്ട്. ഇത് കാണുമ്പോ ആ യഹൂദി ചിന്തിക്കുകയാ. സുഹൃത്തുക്കളെ, ഈ യഹൂദിയായ മനുഷ്യന്റെ മനസ്സ് സമാധാനപ്പെട്ടില്ല. ആ ഹബീബിനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം എന്ന അതിയായ അഭിലാഷം കൊണ്ട് ആ യഹൂദിയായ മനുഷ്യനതാ ഒറ്റക്ക് യാത്ര പുറപ്പെടുകയാ. മദീന ലക്ഷ്യമാക്കിയ യഹൂദി തന്റെ നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാ. അങ്ങനെ മദീനയിലെത്തുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി മദീനത്ത് വരുന്ന ആ യഹൂദി ആദ്യമായി കാണുന്നത് ആരെയാണെന്നറിയുമോ? മഹാനായ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് വരുമ്പോ ആദ്യമായി സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ. സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ആ യഹൂദി ഉടനെ ചോദിച്ചു, അൻത മുഹമ്മദ്, നിങ്ങളാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്? അത് ചോദിക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് യഹൂദി തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. ആപേക്ഷികമായി വലിയ സൗന്ദര്യത്തിന്റെ അടയാളമാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. അള്ളാന്റെ ഹബീബിനെ വായിച്ച പരിചയം മാത്രമുള്ള യഹൂദി മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ ഇതായിരിക്കും ഹബീബെന്ന് തെറ്റിദ്ധരിച്ച് ചോദിക്കുകയാ, അൻത മുഹമ്മദ്, നിങ്ങളാണോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ചോദിക്കുമ്പോ മഹാനായ സൽമാൻ തങ്ങൾ കരയുകയാ. എന്തിനാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കരയുന്നതെന്നോ? ഈ യഹൂദിയായ മനുഷ്യൻ മദീനയിൽ എത്തുന്നതിന്റെ 3 ദിവസം മുമ്പാ അള്ളാന്റെ ഹബീബ് ലോകത്തിൽ നിന്ന് വഫാത്തായി പോയത്. ആ ഹബീബിന്റെ വിരഹവേദന ഹൃദയാന്തരാളത്തിൽ കടിച്ചിറക്കി കടിഞ്ഞുകൂടുന്ന സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങളാണോ മുഹമ്മദ് എന്ന് ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ആ ഹബീബിന്റെ ചിന്തകൾ സൽമാൻ തങ്ങളെ വേദനിപ്പിക്കുകയാ. ആ ഹബീബിന്റെ ചിന്തകൾ സൽമാൻ തങ്ങളുടെ കണ്ണുകളിൽ ഈറനീക്കുകയാ. അതേ നിറകണ്ണുകളോട് വിരമ്പുന്ന ചുണ്ടുകളോട് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് യഹൂദി ചോദിക്കുന്നു, നിങ്ങളാണോ ആ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോൾ ആ യഹൂദിയോട് സൽമാൻ തങ്ങൾ പറയുന്ന മറുപടി, ഞാൻ റസൂലല്ല, ഞാൻ മുഹമ്മദല്ല, അബ്ദുഹു, ഞാൻ അവിടുത്തെ അടിമയാണ്. നമ്മൾ പറയുന്നതല്ല, സ്വഹാബത്ത് പറയാത്തതും ചെയ്യാത്തതും ഇടപെടാത്തതും മുസ്ലിം ലോകത്ത് സുന്നികൾ ചെയ്യുന്നില്ല. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ആ യഹൂദിയോട് പറയാണ്, അന അബ്ദുഹു, ഞാൻ അവിടുത്തെ അടിമയാണ്.
ആ സമയത്ത് യഹൂദി ചോദിക്കുകയാണ്, വമൻ ഹുവ, എവിടെയാണ് ആ പ്രവാചകനുള്ളത്? സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞാൽ പിന്നെ യഹൂദി അവിടെ നിൽക്കൂല, വേഗം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് കരുതി അള്ളാന്റെ ഹബീബ് വഫാത്തായിട്ടില്ല എന്ന് പറയാനും വകുപ്പില്ല. കാരണം അത് പറഞ്ഞ കളവാവും. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആ യഹൂദിയുടെ കയ്യും പിടിച്ചു മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മദീന പള്ളിയിലേക്ക് ചെന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിരിക്കുന്ന മദീനത്തെ പള്ളിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വേദനിച്ചിരിക്കുകയാണ്, സ്വഹാബത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിന്റെ വിരഹവേദന ഹൃദയാന്തരാളങ്ങളിൽ ദുഃഖം തളം കെട്ടി നിർത്തി കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനിടയിലേക്ക് ആ യഹൂദി നേരെ ചെന്നിട്ട് വിളിക്കുകയാണ്, അസ്സലാമു അലൈക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദസ്സിൽ എവിടെയോ ഉണ്ട് എന്ന് കരുതി ആ യഹൂദി ആ സദസ്സിലേക്ക് വിളിച്ചിട്ട് പറയണം, അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ വേദന കടിച്ചിറക്കി കഴിയുന്ന സദസ്സിൽ ആ ഹബീബിന്റെ പേരുച്ചരിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് കരയുകയാണ്, മഹാന്മാരായ സ്വഹാബത്ത് സങ്കടപ്പെടുകയാണ്. ആ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ കടന്നു വന്ന യഹൂദിയോട് ചോദിക്കുകയാണ്, മനുഷ്യ, നീ ഞങ്ങളെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചുപോയി, നീ ഞങ്ങളെ ഹൃദയം വല്ലാതെ വെട്ടിമുറിച്ചുപോയി. അമാ അലിംത അന്നഹു ഖദ് മാത മുൻദു സലാസതി അയ്യാം. 3 ദിവസം മുമ്പ് ഞങ്ങളെ ഹബീബ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയത് നിങ്ങളറിയില്ലേ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ മനുഷ്യ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന യഹൂദിയോടങ്ങ് സ്വഹാബത്ത് പറയുമ്പോൾ സ്വഹാബത്തിനേക്കാളും ശക്തിയായി ആ യഹൂദി കരയുകയാണ്. വയാ അസഫരീ, മദീന ലക്ഷ്യമാക്കിയ ആ ഹബീബിനെ കാണാൻ വേണ്ടി കാലങ്ങളോളം യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ട് എനിക്കാ വ്യക്തിത്വത്തെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കാ വ്യക്തിയെ സംവദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അള്ളാന്റെ ഹബീബ് വഫാത്തായ വിവരമറിഞ്ഞ് കരയുന്ന ആ യഹൂദി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിച്ച് തരാൻ കഴിയാതെ? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം? ആരാണൊന്ന് വിശദീകരിച്ച് തരാം? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാമെന്ന യഹൂദിയോട് പറയാൻ. ആ സമയത്ത് യഹൂദി പറഞ്ഞു, നിങ്ങളെ പേരെന്താണ്? അവിടുന്ന് പറഞ്ഞു, അലി എന്നാണ്. ആ സമയത്ത് യഹൂദിയുടെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹിസ്റ്ററി മാത്രമല്ല, ആ ഹബീബിന്റെ അനുചരന്മാരും അനുയായികളുമുള്ള സംഘത്തിന്റെ സകലമാന ഹിസ്റ്ററിയും ആ ഹബീബ് ലോകത്ത് വരുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി പരാമർശിക്കുകയാണ്, വളരെ കൃത്യമായി പരിചയപ്പെടുത്തപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ആ യഹൂദിയുടെ മുന്നിൽ അലി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ ശാരീരികമായും മാനസികമായി അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഹിസ്റ്ററികൾ, അവിടുത്തെ ശാരീരികമായ വൈശിഷ്ട്യങ്ങളൊക്കെ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ യഹൂദി പറയുകയാണ്, ഹക്കദാ നഅ്തുഹു ഫിത് തൗറാത്ത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ വിശദീകരിച്ചതുപോലെ തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി, അവിടുത്തെ വിശേഷണങ്ങള്, അവിടുത്തെ ചരിത്രങ്ങൾ തൗറാത്തിലുള്ളത് കേട്ടോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി ആ യഹൂദിക്ക് മുന്നിൽ അലി റളിയല്ലാഹു തആല വിശദീകരിച്ചു കൊടുക്കുമ്പോ ആ യഹൂദി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ? ഹൽ ബഖിയ സൗബുൻ അശുമ്മുഹു, ഹൽ ബഖിയ സൗബുൻ അശുമ്മുഹു, ആ പ്രവാചകൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വല്ലതും നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലർ പറയും, അള്ളാന്റെ ഹബീബിന്റെ വിയർപ്പുകൊണ്ട് വർക്കത്തെടുക്കുക, മുടികൊണ്ട് വർക്കത്തെടുക്കുക, വസ്ത്രം കൊണ്ട് വർക്കത്തെടുക്കുക, ഇതൊക്കെ ആധുനിക ലോകത്ത് പറഞ്ഞാൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരൂലെന്നാണ്, ആളുകൾക്ക് ഇസ്ലാമിനോട് പുച്ഛം തോന്നുമെന്നാണ്. എന്നാൽ തൗറാത്തിന്റെ വരികളിൽ നിന്ന് ഇസ്ലാമിനെ പകർത്താൻ ആഗ്രഹിച്ച് കടന്നു വന്ന യഹൂദി അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള എല്ലാ വിശേഷണങ്ങളും കേട്ടപ്പോൾ ആ യഹൂദി ചോദിക്കുകയാണ്, അള്ളാന്റെ ഹബീബ് ധരിച്ചിരുന്ന വസ്ത്രം നിങ്ങളെ കയ്യിലുണ്ടോ?
മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകുകയാണ്, ആ ഹബീബിന്റെ വസ്ത്രം ഞങ്ങളെ കയ്യിലുണ്ട്. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ട് ഹബീബിന്റെ വസ്ത്രം, അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങള് അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുന്നിൽ ചെന്ന് വിളിക്കുകയാണ്, യാ ബാബ ഫഖ്റിൽ അംബിയാ. അതെ, അള്ളാന്റെ ഹബീബിന്റെ വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് വീട്ടുകാരെ വിളിക്കുകയാണ്. ആ വീടിന്റെ കതകിൽ സൽമാൻ റളിയല്ലാഹു തആല അൻഹു മുട്ടുകയാണ്. ആ സമയത്ത് വീട്ടിലുള്ള ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതികരണം എങ്ങനെയാണ്? അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിന്റെ വേദന പങ്കുവെച്ചുകൊണ്ടാണ് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഫാത്തിമ ബീവി പ്രതികരിക്കുന്നത്. മൻ യഖ്റഉ ബാബൽ യതാമാ, ഈ യതീമായ വീട്ടുകാരുടെ വാതിൽ വന്ന് മുട്ടുന്നതാരാ? മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നെ അലിയാർ തങ്ങൾ പറഞ്ഞയച്ചതാണ്, അള്ളാന്റെ ഹബീബിന്റെ വസ്ത്രം ചോദിക്കാൻ വന്നതാണ് എന്ന് ബീവിയോട് പറയുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുകയാ, മനില്ലദീ യൽബസു ജുബ്ബ അബീ, എന്റെ ബാപ്പാന്റെ ജുബ്ബ ധരിക്കാൻ ധൈര്യമുള്ള ആളാരാണ് അവിടെയുള്ളത്? എന്റെ ബാപ്പാന്റെ ജുബ്ബ ധരിക്കാൻ ധൈര്യമുള്ള ആളാരാണ് അവിടെയുള്ളത്? സുഹൃത്തുക്കളെ, അപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അത് ധരിക്കാനല്ല, അത് ഞങ്ങൾക്ക് ബറക്കത്തെടുക്കാനാ, ഇസ്ലാമിനെ പഠിക്കാൻ വന്ന വ്യക്തിക്ക് കാണിച്ചു കൊടുക്കാനാ. ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ വസ്ത്രം നൽകുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ വസ്ത്രത്തിന്റെ പരിമളം മദീനത്തെ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് അങ്ങനെ അടിച്ചു വീശുകയാ. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ വസ്ത്രവുമായി മദീനത്തെ പള്ളിയിലേക്ക് അങ്ങ് കയറുമ്പോ ഓരോ സ്വഹാബിമാരും ആ വസ്ത്രം മാറി മാറി മുത്തുകയാണ്. ഓരോ സ്വഹാബിമാരും ആ വസ്ത്രം മാറി മാറി ചുംബിക്കുകയാ. അവസാനം ആ യഹൂദി ആദരവോടെ ഹബീബിന്റെ വസ്ത്രം വാങ്ങി അങ്ങ് ചുംബിച്ചിട്ട് പറയുന്നത് എന്താണ്? മാറ്റിയവറായിഹ, അതെ, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങളെക്കാൾ പരിമളമുള്ള പ്രജ്വലിക്കുന്ന സുഗന്ധമുള്ള വസ്തുവായി ഈ വസ്ത്രം മാറാനുള്ള കാരണം എന്താണ്? അങ്ങാടികളിൽ നിന്ന് വാങ്ങുന്ന സുഗന്ധങ്ങളെക്കാൾ, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങളെക്കാൾ ഈ വസ്ത്രത്തിന് വാസന വരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്. ആ വസ്ത്രം വാങ്ങി ചുംബിച്ച ശേഷം മദീനത്തെ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ആ യഹൂദി പോവുകയാണ്. ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിങ്കലേക്ക് ഓടുന്നു. നമ്മളെ ചില നാട്ടുകാർ പറയല് ജാറത്തിങ്ങ പോയ ഈമാം പോകുന്ന, എന്നാൽ ഈമാം വാങ്ങാൻ വന്ന യഹൂദി പോകുന്നത് മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിന്റെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് പറയുകയാണ്. അവിടത്തെ തലയിങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട്, അവിടത്തെ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിയിട്ട് യഹൂദി പറയുകയാ, അശ്ഹദു യാ റബ്ബു അന്നക വാഹിദുൻ അഹദുൻ ഫറദുൻ സമദ് യാ അല്ലാഹ്, അല്ലാഹുവേ നീ ഏകനാണ്, നിരാശ്രയനാണ്, സമദാണ്, അഹദാണെന്ന കാര്യം ഞാൻ ഇവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹ് വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബരി റസൂലുക.